നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെറ്റ് സീറോ കാർബൺ പദ്ധതിക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിൽ എന്ന ഖ്യാതിയും കണ്ണൂരിന് സ്വന്തം. ജയിൽ സൂപ്രണ്ടിന് അഭിനന്ദന പ്രവാഹം. മറ്റു പദ്ധതികളും പൂർണ്ണ വിജയം. തളിപ്പറമ്പ് കുപ്പത്ത് ക്രെയിൻ കവർന്നു. 2 അംഗ സംഘത്തിനെതിരെ അന്വേഷണം. മോഷണം പോയത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ 25 ലക്ഷത്തിന്റെ ക്രെയിൻ. CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അന്വേഷണം വ്യാപകം. പെയിന്റിംഗ് തൊഴിലാളികൾക്ക് കൂട്ടായ്മ ഒരുങ്ങി. അഭിനന്ദനങ്ങൾ അറിയിച്ചു മേയർ. പ്രവർത്തനം തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി. ഉദ്ഘാടനത്തോടൊപ്പം കലാപരിപാടികളും ഗാനമേളയും. വാർത്തകൾ വിശദമായി. കണ്ണൂർ സെൻട്രൽ ജയിലിനെ ഹരിത നെറ്റ് സീറോ കാർബൺ ജയിലാക്കി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള കാർബൺ അളവ് കണക്കാക്കുന്ന പരിപാടിക്ക് തുടക്കമായി. നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ ഉദ്ഘാടനം ചെയ്തു. നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിലാണ് കണ്ണൂരിലേത്. വ്യക്തി പരിസ്ഥിതിക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കുകയും ഹരിത ജയിലാക്കി കണ്ണൂരിലെ സെൻട്രൽ ജയിലിനെ മാറ്റുന്നതിന് പരിശ്രമിക്കുന്ന ജയിൽ സൂപ്രണ്ട് K. വേണുവിനെയും സഹപ്രവർത്തകരെയും അന്തേവാസികളെയും ഡോക്ടർ TN സീമ അഭിനന്ദിച്ചു. ജൈവ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി വേർതിരിച്ചുള്ള മാലിന്യ സംസ്കരണം ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ഏത് തരത്തിലുള്ള പിന്തുണയും നൽകുന്നതിന് ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും കൂടെ തന്നെയുണ്ട്. കതിരൂർ സഹകരണ ബാങ്ക് 400ഓളം ചെടികളും മുല്ലച്ചെടികളുമാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ശ്ലാഘനീയമായ പ്രവൃത്തിയാണ് ബാങ്ക് ചെയ്തിരിക്കുന്നത്. ജലസംരക്ഷണം, മരങ്ങൾ, പക്ഷികൾ എല്ലാം സംരക്ഷിക്കുന്നതിന് ജയിൽ അന്തേവാസികളും ഉദ്യോഗസ്ഥരും ഏറെ പരിശ്രമമാണ് നടത്തുന്നത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. 4000ഓളം മരങ്ങൾ ജയിൽ വളപ്പിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഓരോ മരങ്ങളും എവിടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അതിൻ്റെ പേര്, ഉയരം ഇതെല്ലാം ഗൂഗിൾ മാപ്പ് സഹായത്തോടുകൂടി ചെയ്തിട്ടുണ്ട്. കേരളത്തിന് മുഴുവൻ തന്നെ മാതൃകയാക്കാവുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. 1906 മുതലുള്ള രേഖകൾ സംരക്ഷിച്ച് മ്യൂസിയം ഒരുക്കാനും പദ്ധതി തയ്യാറാവുന്നുണ്ട്. കൂടാതെ മുല്ലകൃഷി നടുന്നതിനും വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു. ശലഭോദ്യാനവും കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പ്രത്യേകതയാണ്. പറയുന്ന കാര്യം വേർതിരിക്കേണ്ടത് മനുഷ്യരെയല്ല, മാലിന്യത്തെയാണ് എന്നാണ്. മതവും രാഷ്ട്രീയവും ഒക്കെ വെച്ച് നമ്മൾ മനുഷ്യരെ വേർതിരിക്കാറുണ്ട്. പക്ഷെ ജാതി മതവും വെച്ചല്ല അങ്ങനെ മനുഷ്യരെ വേർതിരിക്കുകയല്ല വേണ്ടത്. മാലിന്യത്തെയാണ് വേർതിരിക്കേണ്ടത്. അഴുകുന്നതും അഴുകാത്തതും അപകടകാരിയായിട്ടുള്ളത്, പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നത്, ഇങ്ങനെ വേർതിരിക്കാൻ കഴിയണം. ഈ ജയിലിനുള്ളിലുള്ള മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യവും അങ്ങനെ വേർതിരിച്ചുകൊണ്ട്, ജൈവ മാലിന്യം വേർതിരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണം ഇവിടെ നടക്കുന്നുണ്ട്. ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുള്ള ഏത് പരിശീലനവും നൽകാൻ, ഏത് പിന്തുണയും നൽകാൻ ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും ഉണ്ട്. ക്ലീൻ കേരള കമ്പനി ഇപ്പോൾ തന്നെ ജയിലുമായിട്ട് ആ നിലയിലൊരു ബന്ധം, ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ ഹരിത കേരള മിഷൻ എന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് മാതൃകയായിട്ട് സെൻട്രൽ മാറുമെന്നുള്ളതാണ്. സെൻട്രൽ ജയിൽ സൂപ്രണ്ട് KV വേണു അധ്യക്ഷത വഹിച്ചു. ജയിൽ ജോയിന്റ് സൂപ്രണ്ട് പ്രവീഷ് TJ, ഹരിത കേരള മിഷൻ ജില്ലാ കോഓർഡിനേറ്റർ EK സോമശേഖരൻ, ശ്രീജിത്ത് ചോയാൻ, KM സുനിൽകുമാർ, ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ ഫിലിപ്പ്, KJEOA സംസ്ഥാന സെക്രട്ടറി PT സന്തോഷ്, KJEOA മേഖലാ സെക്രട്ടറി KK ബൈജു, സെൻട്രൽ ജയിൽ വെൽഫെയർ ഓഫീസർ രാജേഷ് T, ഹരിതസ്പർശം കോർഡിനേറ്റർ AK ഷിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള ആനുകൂല്യ നിഷേധങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്ന് സെറ്റോ. പ്രതിഷേധവുമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോയുടെ നേതൃത്വത്തിൽ ജനുവരി 22-ന് അധ്യാപകരും ജീവനക്കാരും പണിമുടക്ക് സമരം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പണിമുടക്കുന്ന ജീവനക്കാരും അധ്യാപകരും 22-ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലേക്ക് പ്രകടനം നടത്തും. 6 ഗഡു ക്ഷാമബത്ത അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, മെഡിഷപ്പ് ചികിത്സ കാര്യക്ഷമമാക്കുക, സർക്കാർ വിഹിതം ഉറപ്പാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, കരാർ പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സമരം നടത്തുന്നത്. ഈ NPS ഫണ്ടിൽ നിന്ന് NPS ഫണ്ടിൽ നിന്ന് ഈ സംസ്ഥാന സർക്കാർ ഏകദേശം 5700 കോടിയോളം രൂപ കടമെടുത്തിരിക്കുന്നു. PFRDA ബില്ല്, ആ ബില്ല് നിലനിൽക്കുന്നത് കൊണ്ടാണ് പങ്കാളിത്ത പെൻഷന് പിന്മാറാൻ സാധിക്കാത്തത് എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരും അത്
ഈ ജീവനക്കാരെ പ്രചരിപ്പിക്കുന്ന NGO യൂണിയനുകൾ, FSC സംഘടന ഈ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരെ കബളിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. ഏറ്റവും ഒടുവിൽ ഹരിയാന ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി. ആ PFRDA ബില്ല് നിലനിൽക്കെ തന്നെ അവര് പങ്കാളിത്ത പെൻഷനിൽ നിന്ന് പിന്മാറി പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് പോകാൻ തീരുമാനമെടുത്തത് മാത്രമല്ല, ആ പങ്കാളിത്ത പെൻഷന്റെ ആളുകൾ നിക്ഷേപിച്ച തുക എങ്ങനെ അവർക്ക് വിതരണം ചെയ്യും വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ആ രേഖ കാണിച്ചുകൊണ്ടാണ് ഒരു ഉത്തരവിറക്കിയത്. തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും അതുപോലെ ഇടതുപക്ഷ സംഘടനകളും ഈ പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ ഇത്തരം ഒളിച്ചുകളിയുമായി കൊണ്ടുപോകും. വിലക്കയറ്റം അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായും അത്തരം ഒരു സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ക്ഷാമബത്ത, ആ ക്ഷാമബത്ത ജീവനക്കാർക്ക് ലഭിച്ചേ തീരുന്നതാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷാമബത്തയടക്കം, ശമ്പള പരിഷ്കരണ കുടിശ്ശികയടക്കം, ലഭിക്കാനുള്ള ക്ഷാമബത്തയടക്കം ലക്ഷക്കണക്കിന് രൂപ ഓരോ ജീവനക്കാരുടെ കുടിശ്ശികയാക്കി മുമ്പോട്ട് പോകും. ഇതൊക്കെ തരാതെ അടുത്ത ഗവൺമെന്റിന് തലയിലേക്ക് കെട്ടിവെക്കുന്ന തരത്തിലേക്കുള്ള ഉത്തരവുകളുമായാണ് ഈ ഗവൺമെന്റ് കൊണ്ടുപോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രമേശൻ, കേരള NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ് ഖന്ന, സെറ്റോ ജില്ലാ ചെയർമാൻ MP ഷിനിത്, കൺവീനർ UK ബാലചന്ദ്രൻ, ട്രഷറർ അനീസ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നു. ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് MN ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് യുവതലമുറ വലിയ അരാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുക, രാഷ്ട്രീയത്തെ പുച്ഛമായി കണ്ടുകൊണ്ടിരിക്കുക, കൂട്ടായ്മകളെ പുച്ഛമായി കണ്ടുകൊണ്ടിരിക്കുക, സംസ്കാരത്തെ, കുടുംബത്തെ, ഗവേഷകരെ, കവികളെ, സംസ്കാരത്തെ മുഴുവൻ എല്ലാ കാര്യങ്ങളെയും തള്ളിപ്പറയുന്ന, മോശമായി ചിത്രീകരിക്കുന്ന ഒരു യുവതലമുറയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊരു ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളികളുടെ ഒരു സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സംഗമത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഭാവി തലമുറയിലേക്ക് നമ്മുടെ മക്കളെ, സമൂഹത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ ഈ എന്താ പറയാ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഇന്നത്തെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പോരായ്മ, ഇന്നലെ നമ്മളൊരു വാർത്തയിൽ കണ്ടു. ഒരു മകൻ ജന്മം നൽകിയതിന്റെ പേരിൽ, ജന്മം നൽകിയ ഒരു കുറ്റം ചാർത്തിക്കൊണ്ട് സ്വന്തം അമ്മയെ വെട്ടിക്കൊന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ അമ്മ ചെയ്ത കുറ്റം? ജന്മം നൽകി എന്നുള്ളൊരു കുറ്റാണ് അമ്മയുടെ പേരിൽ ആരോപിക്കപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ട് ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു യുവാവ് ആ ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ നേർചിത്രം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികള് ഈ ഇത്തിരി പോകുന്ന ഫോണിലേക്ക് അവരുടെ ലോകത്തെ ചുരുക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ 10,000 രൂപയാക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഡാറ്റ തയ്യാറാക്കുക എന്നിവ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ബാബു പുന്നാട് അധ്യക്ഷത വഹിച്ചു. സുധൻ മട്ടന്നൂർ, ചന്ദ്രൻ പയ്യന്നൂർ, സജീവൻ ബക്കളം, ശശിദാൻ MV, രാജീവൻ P, ശശീന്ദ്രൻ CV തുടങ്ങിയവർ സംസാരിച്ചു. KC തമ്പായി അമ്മ സ്മാരക എവർ റോളിംഗ് ട്രോഫി വിന്നേഴ്സിനും ശ്രീ KK നാരായണൻ നമ്പ്യാർ സ്മാരക എവർ റോളിംഗ് ട്രോഫി റണ്ണേഴ്സിനും വേണ്ടി നടത്തുന്ന ഉത്തര കേരള വോളിബോൾ ടൂർണമെന്റ് മുണ്ടേരി കച്ചേരിപ്പറമ്പ് ചാംസ് ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ ജനുവരി 21 മുതൽ 26 വരെ നടക്കും. ജനുവരി 21 വൈകുന്നേരം 6 അർജുന അവാർഡ് ജേതാവ് VP കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മേജർ മിനി വോളിയിൽ ഉത്തര കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. 26 രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മാനദാനം നിർവഹിക്കും. നമുക്കറിയാം, ചാംസ് വോളി എന്ന് പറയുമ്പോൾ ഉത്തര മലബാറിലെ പ്രഗത്ഭ ക്ലബും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രശസ്തമായ സാംസ്കാരിക കായിക രംഗത്ത് ഇടപെടുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ ഈ വർഷത്തെ പരിപാടി എന്ന് പറയുമ്പോൾ 21 മുതൽ ആരംഭിച്ച് 26 എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തര മലബാറിനകത്തെ പ്രഗത്ഭരായ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മേജർ ടീമുകളെന്നും മിനി ടീമുകളെന്നും പറഞ്ഞുകൊണ്ട് 2 മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. പ്രാദേശികമായിട്ട് ചാംസിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിനകത്തെ
കായിക രംഗത്തെ പ്രതിഭകളെ കണ്ടെത്താനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹികൾ എന്നുള്ള നിലക്ക് നേരത്തെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എ പങ്കജാക്ഷൻ, കെ അരവിന്ദാക്ഷൻ, പി കുഞ്ഞാലി, പ്രമുഖ വോളിബോൾ കോച്ച് കെ രഞ്ജൻ എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെറ്റ് സീറോ കാർബൺ പദ്ധതിക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിൽ എന്ന ഖ്യാതിയും കണ്ണൂരിന് സ്വന്തം. ജയിൽ സൂപ്രണ്ടിന് അഭിനന്ദന പ്രവാഹം. മറ്റു പദ്ധതികളും പൂർണ്ണ വിജയം. തളിപ്പറമ്പ് കുപ്പത്ത് ക്രെയിൻ കവർന്നു. 2 അംഗ സംഘത്തിനെതിരെ അന്വേഷണം. മോഷണം പോയത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ 25 ലക്ഷത്തിന്റെ ക്രെയിൻ. CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അന്വേഷണം വ്യാപകം. പെയിന്റിംഗ് തൊഴിലാളികൾക്ക് കൂട്ടായ്മ ഒരുങ്ങി. അഭിനന്ദനങ്ങൾ അറിയിച്ചു മേയർ. പ്രവർത്തനം തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി. ഉദ്ഘാടനത്തോടൊപ്പം കലാപരിപാടികളും ഗാനമേളയും. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ഹെവി ക്രെയിൻ മോഷണം പോയി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് കൂറ്റൻ ക്രെയിൻ കടത്തിക്കൊണ്ടുപോയത്. നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള 25 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹെവി ക്രെയിനാണ് മോഷണം പോയത്. പാത നിർമ്മാണം നടക്കുന്ന കുപ്പം പാലത്തിന് സമീപം ജനുവരി 18-നും 19-നും രാവിലെ 8:30-നും ഇടയിലുള്ള സമയത്താണ് നിർത്തിയിട്ട ക്രെയിൻ മോഷണം പോയതെന്ന് പരാതിയിൽ പറയുന്നു. കമ്പനി പ്രതിനിധി ആലപ്പുഴ സ്വദേശി S. സൂരജിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി. ക്രെയിൻ മോഷ്ടിച്ചു പോകുന്നതിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് വിമുക്ത പഠൻ ഭവൻ ഏച്ചൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 6ാം വാർഷികവും കുടുംബ സംഗമവും നടന്നു. ഏച്ചൂർ VR പാർട്ടി ഹാളിൽ നടന്ന സംഗമം റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായനാർ PVSM AVSM ഉദ്ഘാടനം ചെയ്തു. ഒരു 7 വേറെ ഹോസ്പിറ്റൽസ് ഉണ്ട് നമ്മളിപ്പോൾ നോക്കുന്നത് to get them and panel ECHS ഉണ്ട്. But ECHS കാര്യം മാത്രമല്ല, all other ex-servicemen's issues we must take it forward in a organized way. And it is good that all organizations ചേർന്നിട്ട് ഇതാക്കുന്നത്. And I'm glad to see that നിങ്ങളുടെ organization always well represented. പ്രസിഡന്റ് PK മോഹനൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിജയൻ വലിയന്നൂർ, മനോഹരൻ നമ്പ്യാർ, ജോസഫ് PA എന്നിവരെ ആദരിച്ചു. കേണൽ കണ്ണൻ, E. ജയൻ, ശാന്തമ്മ, ജയ ജയൻ, AC മേഘനാഥൻ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് KCSL ഏച്ചൂർ യൂണിറ്റ് മഹിളാ വിങ്ങിന്റെ നേതൃത്വത്തിലുള്ള തിരുവാതിര കളിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അഗ്രി ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച പുഷ്പോത്സവത്തിൽ വനിതാ കർഷക സംഗമം നടന്നു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. മനസ്സിനും ഒക്കെ കുളിർമ നൽകിക്കൊണ്ടുള്ള, ഇവിടെ വർണ്ണങ്ങൾ വിതറിക്കൊണ്ടുള്ള ഒരുപാട് പൂക്കൾ ഉള്ള ചെടികളും അതോടൊപ്പം പുതിയ ഇത്തവണ പത്രത്തിൽ വായിച്ചു ഒരുപാട് വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള കാർഷിക ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഫ്രൂട്ട്സുകളായാലും മറ്റു പച്ചക്കറികളായാലും വിദേശങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു സംസ്ഥാനത്തെ മണ്ണുകൾ വിളയിക്കുന്ന സാധനം കൂടി ഞങ്ങളുടെ കേരളത്തിലും ഇത് ഫലവത്തായി നടപ്പിലാക്കാൻ, കൃഷിക്ക് അനുയോജ്യമാക്കാൻ സാധിക്കും എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം സാധനങ്ങളൊക്കെ ഇവിടെ
കൊണ്ടുവന്നിട്ടുണ്ട്. അതും വളരെ നല്ല കാര്യമാണ്. പുഷ്പോത്സവത്തിൽ രാവിലെയാണ് വനിതാ കർഷക കൂട്ടായ്മ നടന്നത്. അടുക്കളത്തോട്ടം ഒരുക്കാൻ അറിയേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ആർ വീണ റാണി ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ലയ ജോസ്, സ്റ്റാൾ കമ്മിറ്റി ചെയർമാൻ പി മനോഹരൻ, വിഷയാവതാരക മുൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വീണ റാണി എന്നിവർ പങ്കെടുത്തു. കേരളത്തിന്റെ കാലാവസ്ഥയിൽ നല്ല വിളവ് ലഭിക്കുന്ന സ്ഥിതിയായതോടെ വീടുകളിൽ മാത്രമല്ല വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരും ഇപ്പോൾ ഏറെയുണ്ട്. കൃഷി ചെയ്യുന്ന പൂക്കൾക്ക് വിപണി ലഭിക്കാനുള്ള അവസരങ്ങൾക്ക് പുറമെ പുഷ്പാലങ്കാര ക്ലാസുകളും ലഭിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നടക്കുന്ന വ്യത്യസ്തങ്ങളായ മത്സരങ്ങളിലും നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. നാറാത്ത് ചിതഗ്നി സനാതന ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി ഭഗവത്ഗീതാ വിതരണവും ചിതഗ്നി പുരസ്കാര സമർപ്പണവും ആദരായണവും നടന്നു. ആധ്യാത്മിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ചിതഗ്നി സനാതന ധർമ്മ പാഠശാല 200 വീടുകളിലാണ് സൗജന്യമായി ശ്രീമദ് ഭഗവത്ഗീത വിതരണം ചെയ്തത്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നാറാത്ത് ഭാരതി ഹാളിൽ നടന്നു. കർമ്മം ചെയ്യുക, കർമ്മത്തിൽ കൂടി ജ്ഞാനം സമ്പാദിക്കുക, ജ്ഞാനത്തിൽ കൂടി ജീവിതോപാധികൾ സമ്പാദിക്കുക. ജീവിതോപാധികൾ സമ്പാദിക്കുമ്പോഴും ഉപനിഷത്തിൽ പറഞ്ഞതായാലും ഋഷീശ്വരന്മാർ പറഞ്ഞതായാലും ശാസ്ത്രങ്ങളിൽ പറഞ്ഞതായാലും ശരി, ആര് പറഞ്ഞാലും ശരി, സ്വന്തം മനസ്സിൽ അവർക്ക് തെറ്റേത് ശരിയേത് എന്ന് നിർവചിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഒരു മനുഷ്യന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തുടരുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത് ശക്തിയാണ്. ചിതഗ്നി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ ഗീതാമൃതം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ശാന്തിമഠം മഹാധിപതി സ്വാമി ആത്മചൈതന്യ പുരസ്കാര സമർപ്പണവും ഭഗവത്ഗീത വിതരണവും നടത്തി. പാപ്പിനിശ്ശേരി സബ് ജില്ലാ AEO കെ ജയദേവൻ, ആർഷ സംസ്കാര ഭാരതി ജില്ലാ പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണ വാര്യർ പട്ടാനൂർ എന്നിവർ പ്രസംഗിച്ചു. എടയാർ കെ ശങ്കരൻ നമ്പൂതിരി, പ്രമോദ് കുമാർ കെ അതിരകം, ഗണേഷ് മോഹൻ എന്നിവർക്ക് ചിതഗ്നി പുരസ്കാരം നൽകി ആദരിച്ചു. കെ പുഷ്പരാജൻ എംബ്രോൻ, പ്രീജിത്ത് പാലങ്ങാട്, വിസ്മയ രാജേന്ദ്രൻ, വി രുദ്രാഷ്, സ്വാതിക് സജീഷ് തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തലശ്ശേരി നഗരസഭ മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡിലെ തെരുവ് കച്ചവട കേന്ദ്രത്തിന് സമീപം ശുചീകരിച്ചു. അങ്കണവാടികൾ, വിദ്യാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതു ഇടങ്ങൾ എന്നിങ്ങനെ നഗരസഭാ പരിധിയിലെ 100-ലധികം സ്ഥലങ്ങളിൽ ശുചീകരണം നടത്തി. ശേഷം ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊള്ളുന്ന ബോർഡുകൾ നഗരസഭാ അധ്യക്ഷ KM ജമുന റാണി സ്ഥാപിച്ചു. വലിച്ചെറിയൽ മുക്ത തലശ്ശേരി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡിലെ തെരുവ് കച്ചവട കേന്ദ്രത്തിന് സമീപം ശുചീകരിച്ചു. അംഗനവാടികൾ, വിദ്യാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുയിടങ്ങൾ എന്നിങ്ങനെ നഗരസഭാ പരിധിയിലെ 100-അധികം സ്ഥലങ്ങളിൽ ശുചീകരണം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിലെ തെരുവ് കച്ചവട കേന്ദ്രത്തിന് സമീപം MLA ഓഫീസിന് സമീപത്തുള്ള സ്നേഹാരാമം, തലശ്ശേരി കോട്ട പരിസരം, മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരം, മഞ്ഞോടി CVU പാർക്ക് പരിസരം, സെന്റിനറി പാർക്ക് പരിസരം, കോടതി പരിസരം, കടൽപ്പാലം, കൊടുവള്ളിപ്പാലം എന്നിവ ശുചീകരണത്തിന് ശേഷം ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊള്ളുന്ന ബോർഡുകൾ നഗരസഭ അധ്യക്ഷ KM ജമുന റാണി സ്ഥാപിച്ചു. വൈസ് ചെയർമാൻ ജയരാജൻ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാഹിറ TK, കൗൺസിലർമാർ, ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് ബിന്ദുമോൾ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റെജിന, അനിൽകുമാർ, പ്രദീപ് കുമാർ, കുഞ്ഞിക്കണ്ണൻ, രതീഷ്, ശുചീകരണ തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെറ്റ് സീറോ കാർബൺ പദ്ധതിക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിൽ എന്ന ഖ്യാതിയും കണ്ണൂരിന് സ്വന്തം. ജയിൽ സൂപ്രണ്ടിന് അഭിനന്ദന പ്രവാഹം. മറ്റു പദ്ധതികളും പൂർണ്ണ വിജയം. തളിപ്പറമ്പ് കുപ്പത്ത് ക്രെയിൻ കവർന്നു. 2-അംഗ സംഘത്തിനെതിരെ അന്വേഷണം. മോഷണം പോയത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ 25 ലക്ഷത്തിന്റെ ക്രെയിൻ. CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അന്വേഷണം വ്യാപകം. പെയിന്റിംഗ് തൊഴിലാളികൾക്ക് കൂട്ടായ്മ ഒരുങ്ങി. അഭിനന്ദനങ്ങൾ അറിയിച്ചു മേയർ. പ്രവർത്തനം തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി. ഉദ്ഘാടനത്തോടൊപ്പം കലാപരിപാടികളും ഗാനമേളയും.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ പെയിന്റിംഗ് കോൺട്രാക്ടേഴ്സ് ചാരിറ്റി ഗ്രൂപ്പ് ജവഹർ ഓഡിറ്റോറിയത്തിൽ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിലെ തൊഴിൽ സുരക്ഷയ്ക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനം വളരെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. പെയിന്റിംഗ് മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ കൂട്ടായ്മയിൽ 4 മാസം കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ ചാരിറ്റി പ്രവർത്തനം. തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും അവശതയ്ക്കും പരിഹാരം കാണുക എന്നതാണ് ഈ ചാരിറ്റി പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പ് മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു. അവിടെ ഈ പറഞ്ഞതുപോലെ മറ്റു മേഖലകളിൽ അവർക്ക് ഇത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പെയിന്റിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അവരുടെ ചാരിറ്റി ഗ്രൂപ്പ് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ വളരെ നന്നായി കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങൾ 15 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ പെയിന്റിങ്ങിൽ ഉപയോഗിച്ച മെറ്റീരിയലുകൾ അതൊക്കെ കെമിക്കലുകൾ കുറഞ്ഞതായിരുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തവർക്ക് അന്നൊന്നും അത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾ ഗ്യാരണ്ടിയോട് വാരണ്ടിയോടുള്ള പെയിന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ വാരണ്ടി കൊടുത്തപ്പോൾ അതവിടെ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് നിർമ്മിക്കുന്ന മനുഷ്യൻ ഗ്യാരണ്ടി ഇല്ലാതായി പോയി എന്നുള്ളതാണ്. സംഗീത് മേലെ ചൊവ്വ 1ാം സമ്മാനത്തിന് അർഹമായി. സംസ്ഥാന കലോത്സവത്തിൽ സംസ്കൃതം മലയാളം ഗ്രൂപ്പ് സോങ്ങിൽ എ ഗ്രേഡ് നേടിയ വേദപ്രകാശ് മാവിലായിക്ക് ഉപഹാരങ്ങൾ നൽകി. വിപിൻ രാജിന്റെ അധ്യക്ഷതയിൽ ബിജു വി സ്വാഗതവും ഗഫൂർ, നബീൽ എന്നിവർ ആശംസയും നവാസ് KP നന്ദിയും അറിയിച്ചു. തുടർന്ന് കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി. EMS സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ MT വാസുദേവൻ, P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും നടന്നു. തുടർന്ന് P ജയചന്ദ്രൻ സ്മൃതി സന്ധ്യ അരങ്ങേറി. ഞായറാഴ്ച വൈകിട്ടായിരുന്നു വായനശാല പരിസരത്ത് അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചത്. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം K രഞ്ജിത്ത് അനുസ്മരണ ഭാഷണം നടത്തി. കൂടാതെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള ഉപഹാര വിതരണവും നടത്തി. സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ പാചക മത്സരത്തിൽ A ഗ്രേഡ് നേടിയ K യദുകൃഷ്ണ, HS വിഭാഗം തായമ്പകയിൽ A ഗ്രേഡ് നേടിയ തനൈ PC, ഗണിതശാസ്ത്രമേളയിൽ A ഗ്രേഡ് നേടിയ സ്വാതിക PP, LSS സ്കോളർഷിപ്പിന് അർഹനായ PP അർജുൻ എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി. പരിപാടിയിൽ വാർഡ് മെമ്പർ K രമേശൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് P ജയചന്ദ്രൻ സ്മൃതി സന്ധ്യയും അരങ്ങേറി. സിന്ദൂരപ്പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു. ശിശിരകാലമേഘവിതുനരതി പരാഗമോ അതോ ദേവരാഗമോ മൃദുവികാരമോ നറുപുഞ്ചരിപ്പൂവാൻ സ്വപ്നകഞ്ചുകം ചാർത്തി ശിശിരകാലമേഘവിതുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹമൃദുവികാരമോ അതോ ദേവരാഗമോ. സിറ്റി ന്യൂസ് കണ്ണൂർ. നെയ്വിളക്കുകൾ സമർപ്പിച്ചു. ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്തെ സ്ത്രീ ഭക്തജന കൂട്ടായ്മയായ മയിൽപീലിയാണ് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 122 നെയ്വിളക്കുകൾ സമർപ്പിച്ചത്. കാലത്തെ പൂജാ ചടങ്ങുകൾക്ക് ശേഷം മയിൽപീലി കൂട്ടായ്മ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു നെയ്വിളക്ക് സമർപ്പണം. വിളക്കുകൾ തെളിയിച്ചുകൊണ്ടാണ് ചടങ്ങ് നിർവഹിച്ചത്. ജീവകാരുണ്യത്തിന്റെ പുതിയ പാഠങ്ങൾ അഭ്യസിച്ച് ഖിദ്മ ഇൻസ്പയർ സംയുക്ത സെഷൻ. താണ MIS നോളജ് സെന്ററിൽ ചേർന്ന സെഷനിൽ ഹന്ന റോസ് ടോം തന്റെ മുടി ക്യാൻസർ രോഗികൾക്കായി ദാനം ചെയ്തു. ബ്ലഡ് ഡോണേഴ്സ് യൂത്ത് കേരളയ്ക്കു വേണ്ടി കോർഡിനേറ്റർ മനാസ് ചിറക്കൽക്കുളം മുടി ഏറ്റുവാങ്ങി. ഹന്നയുടെ മാതാവ് സെലിനും ഇൻസ്പയർ കൺവീനർ സാബിറ ടീച്ചർ, നൌഷാദ് പൂതപ്പാറ എന്നിവരും സന്നിഹിതരായിരുന്നു. അതുപോലെ തന്നെ വായിച്ചറിഞ്ഞ ചില ചിന്തകൾ കൂട്ടിയിണക്കിയാണ് നമ്മൾ ഈ പരിപാടികളിലെ ആദ്യ ഘട്ടത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിന് ഒരു പ്രധാനമായും പറഞ്ഞൊരു കാര്യം, ഖിദ്മ നമ്മൾ 3 വർഷത്തെയും
ഡയറക്റ്റ് ഇന്ററാക്ഷനും 2 വർഷത്തെ റിമോട്ട് ഇന്ററാക്ഷനാണ് ഈ ഗിഫ്റ്റ് മൈൻഡ് സ്ക്വയർ പദ്ധതിയിൽ വിഭാവനം ചെയ്തത്. 2 വർഷം എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായി 11th 12th എത്തുന്നതോടുകൂടി വിദ്യാർത്ഥികളിൽ കൂടുതൽ അക്കാഡമിക് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും ഇത്തരം അവധി ദിവസങ്ങളിൽ നമ്മൾ നടത്തുന്ന പരിശീലനങ്ങളിൽ അവർക്ക് വേണ്ടത്ര പങ്കെടുക്കാൻ സാധിക്കില്ല എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ 3 വർഷം ഡയറക്റ്റ് ഇന്ററാക്ഷൻ, പിന്നീടുള്ള 2 വർഷം ഇൻഡയറക്റ്റ് ഇന്ററാക്ഷൻ, റിമോട്ട് ഇന്ററാക്ഷൻ നമ്മൾ വിഭാവനം ചെയ്തു. ഇൻസ്പയർ 1 കുട്ടികൾക്കായി നടത്തിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഹൗ ടു റേറ്റ് എക്സാം എന്ന സെക്ഷന് PM ഫൗണ്ടേഷൻ സ്റ്റേറ്റ് കോർഡിനേറ്ററും കരിയർ കൗൺസിലറുമായ മുഹമ്മദ് ഷഫീഖ് മുട്ടിൽ നേതൃത്വം നൽകി. ചോദ്യങ്ങൾ തയ്യാറാക്കിയും സമയക്രമം നിശ്ചയിച്ചും അവശേഷിച്ച ദിനങ്ങൾ പഠനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന് SSLC പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഷഫീഖ് ഉപദേശം നൽകി. മുഹമ്മദ് അൻവർ, നൌഷാദ് AT, റീസ്, ആഷിഖ് KT, സാലിം എന്നിവർ പങ്കെടുത്തു. ദ ഡ്രീം, ദ ഡിറക്ഷൻ, ദ ഡെസ്റ്റിനേഷൻ എന്ന പേരിൽ ഇൻസ്പയർ 2, ഇൻസ്പയർ 3 കുട്ടികൾക്കായി നടത്തിയ സെഷനിൽ രക്ഷിതാക്കൾക്ക് മുന്നിൽ കുട്ടികൾ തങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയും അവിടേക്ക് എത്താനുള്ള വഴികൾ വിശദീകരിക്കുകയും ചെയ്തു. 40ഓളം കുട്ടികൾ വിഷൻ ബോർഡ് അവതരിപ്പിച്ചു. രക്ഷിതാക്കളും പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി. കിത്മ ജനറൽ സെക്രട്ടറി BK ഫസൽ സംസാരിച്ചു. ഹാജറ ടീച്ചർ, അഷ്റഫ് മാസ്റ്റർ, ഷഹന സിറാജ്, മുഹമ്മദ് അലി, ഷജീന ഫൈസൽ, ഷമീന BT എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മെന്റർമാരായ സാക്കിന ടീച്ചർ, ഷഹല ടീച്ചർ, ഷർമിന ടീച്ചർ, സമീറ ടീച്ചർ, ബേബി സുധ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ട്രഷറർ BT ആഷിഖ്, ഇൻസ്പയർ ജോയിന്റ് കൺവീനർ ഇംതിയാസ്, ഹാരിസ് കടാങ്കണ്ടി, സക്ലൂൻ, അഹമ്മദ് തമ്മിട്ടോൻ, റാഷിദ് T എന്നിവർ പങ്കെടുത്തു. വിസ്മൃതിയിലാണ്ടുപോയ 500 കൊല്ലത്തെ ചരിത്രത്തെ പുനരുജ്ജീവിപ്പിച്ച ചരിത്രപരമായ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കാൻ ബലിയ ഹസന്റെ ധീര രക്തസാക്ഷിത്വത്തിന്റെ 500 വർഷങ്ങൾ എന്ന ഈ ക്യാമ്പയിന് സാധിച്ചതായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ. കണ്ണൂർ സിറ്റി ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ച ബലി ഹസൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ സിറ്റിയുടെയും കണ്ണൂരിലെ യൂറോപ്യൻ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെയും അനേകം രക്തസാക്ഷികളെയും ഓർക്കാൻ ഈ അനുസ്മരണ ക്യാമ്പയിൻ സഹായിച്ചുവെന്നും മുഖ്യ രക്ഷാധികാരി കൂടിയായ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബലി ഹസൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ബഹുജന സമ്മേളനത്തിൽ കണ്ണൂർ സിറ്റി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഡയറക്ടർ മുഹമ്മദ് ഷിഹാദ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല ചരിത്ര വിഭാഗം തലവ ഡോക്ടർ മാളവിക ബിന്നി, കണ്ണൂർ കൃഷ്ണമേനോൻ വനിതാ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിറാജുദ്ദീൻ, MAMO കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജ്മൽ മുയീൻ, ചരിത്ര ഗവേഷകരായ ഡോക്ടർ മോയിൻ മലയമ്മ, ഗ്രന്ഥകാരൻ സത്യൻ എടക്കാട് എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ CK ജബ്ബാർ സമ്മേളന പ്രമേയം അവതരിപ്പിച്ചു. നിരവധി ചരിത്രകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. മുൻ DGP അലക്സാണ്ടർ ജേക്കബ് ധീരരക്തസാക്ഷിത്വത്തിന്റെ 500 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ മുഖ്യ ഭാഷണം നിർവഹിച്ചു. അറക്കൽ രാജ കുടുംബാംഗം പ്രൊഫസർ കോയമ്മ ആദിരാജ, അബ്ദുൾ ഷുക്കൂർ ആദിരാജ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാദ് തങ്ങൾ, ഉസ്താദ് അബ്ദുൾ റഹ്മാൻ മുൻഷി, മാധ്യമ പ്രവർത്തകൻ ഹനീഫ കുരിക്കളത്ത് തുടങ്ങിയവർ വേദിയിൽ അതിഥികൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പ്രമുഖ കളരിപ്പയറ്റ് പരിശീലകൻ നൌഫൽ ഗുരുക്കളുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഉറുമി വീശൽ, തീപ്പന്തം കറക്കൽ തുടങ്ങിയ ആയോധന കലാപ്രകടനങ്ങളും CK ഉനൈസ് നേതൃത്വം നൽകുന്ന ഷിയോസ്ഡ ബാൻഡ് അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത സന്ധ്യ, ദാറുൽ ഹസ്നാത്ത് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും സമ്മേളനത്തിന് മാറ്റുകൂട്ടി. ലൈറ്റ് ഓഫ് ചെയ്യുക. കണ്ണൂർ സിറ്റിയുടെ അഭിമാനമായിട്ടുള്ള നൗഫൽ കുരുക്കൾ അവതരിപ്പിക്കുന്ന തീപ്പന്തം വീശൽ. അനുസ്മരണ സമിതിയുടെ കൺവീനർ ഹാഷിം ഖലീമ സ്വാഗതവും ഫിനാൻസ് കൺവീനർ മുബഷീർ P നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7450, പവന് 59,600 രൂപ, വെള്ളി 104 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെറ്റ് സീറോ കാർബൺ പദ്ധതിക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിൽ എന്ന ഖ്യാതിയും കണ്ണൂരിന് സ്വന്തം. ജയിൽ സൂപ്രണ്ടിന് അഭിനന്ദന പ്രവാഹം. മറ്റു പദ്ധതികളും പൂർണ്ണ വിജയം. തളിപ്പറമ്പ് കുപ്പത്ത് ക്രെയിൻ കവർന്നു. 2 അംഗ സംഘത്തിനെതിരെ അന്വേഷണം. മോഷണം പോയത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ 25 ലക്ഷത്തിന്റെ ക്രെയിൻ. CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അന്വേഷണം വ്യാപകം.
പെയിന്റിംഗ് തൊഴിലാളികൾക്ക് കൂട്ടായ്മ ഒരുങ്ങി അഭിനന്ദനങ്ങൾ അറിയിച്ചു മേയർ. പ്രവർത്തനം തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ഉദ്ഘാടനത്തോടൊപ്പം കലാപരിപാടികളും ഗാനമേളയും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.